ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ. ഒരു ഹൈഡ്രോ കാർബൺ എടുക്കുക. ഹൈഡ്രോ കാർബൺ ഇതവിടെ നോക്കണേ. ഹൈഡ്രോ കാർബൺ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. ഈ ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജൻ വരിക, അല്ലെങ്കിൽ ഒന്നിലധികം ഹൈഡ്രജനെ മാറ്റി ഹാലജൻ വരുന്നതിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ഹാലോ അരീൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കേ. ഹൈഡ്രോ കാർബൺ ഇവർ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് ആലിഫാറ്റിക് ആണ്, മറ്റൊന്ന് അരോമാറ്റിക് ആണ്. ആലിഫാറ്റിക്കിന് ഒരു എക്സാമ്പിൾ ആണ് CH4. ഈ CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിൽ 4 ഹൈഡ്രജൻ നിൽക്കുന്നുണ്ട്. ഇതിൽ ഒരു ഹൈഡ്രജനെ അല്ലെങ്കിൽ ഒന്നിലധികം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാലോ ആൽക്കെയിൻ. ഇപ്പോൾ ഇവിടെ വൺ ഓഫ് ദ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിച്ചു ഹാലോ ആൽക്കെയിൻ. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, അതുകൊണ്ട് ഇത് ഹാലോ ആൽക്കെയിൻ ആയി. ഈസ് ക്ലിയർ? പെർഫെക്റ്റ്. ഇനി നോക്കേ, ഒരു അരോമാറ്റിക് റിംഗ് കൊണ്ടുവന്നു, ദാറ്റ് മീൻസ് ബെൻസിൻ. ഈ ബെൻസിനിൽ ഈച്ച് ആൻഡ് എവരി കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ വരുന്നുണ്ട്. നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ ഹൈഡ്രജനെ കൊടുക്കാറില്ല. ഇനി ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒന്നിലധികം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോ അരീൻ. നിങ്ങൾ നോക്കുക, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, ദെർഫോർ ദിസ് വൺ ഈസ് കൺസിഡർഡ് ആസ് ഹാലോ അരീൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കിനെയും ഹാലോ അരീനെയും തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കും. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അരോമാറ്റിക് റിംഗിന്റെ പാർട്ടാണെങ്കിൽ ഹാലോ അരീൻ, അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻ. ഈസി ക്ലിയർ? നോക്കാം നമുക്ക്. ഞാൻ 4 എക്സാമ്പിൾ എടുക്കാം. ഒന്ന് CH3CH2Cl, മറ്റൊന്ന് ബെൻസിൻ റിംഗിന്റെ മുകളിൽ ബ്രോമിൻ, മൂന്നാമത്തത് ബെൻസിൻ റിംഗിന്റെ മുകളിൽ CH2Cl, നാലാമത്തത് ബെൻസിൻ റിംഗിന്റെ മുകളിൽ Clഉം CH3. അപ്പൊ ഇത് ഹാലോ ആൽക്കീൻ ആണോ ഹാലോ അരീൻ ആണോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, therefore this one is considered as ഹാലോ ആൽക്കീൻ. ഇനി ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, therefore this one is considered as ഹാലോ അരീൻ. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, therefore this one is considered as ഹാലോ ആൽക്കീൻ. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്, therefore this one is considered as ഹാലോ അരീൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഹാലോ ആൽക്കേനുകളും ഹാലോ അരീനുകളും നമ്മളുടെ നിത്യജീവിതത്തിൽ ഒരുപാട് റോളുകൾ വഹിക്കുന്നുണ്ട്. നമ്മൾക്ക് അത്യാവശ്യമുള്ള കോമ്പൗണ്ടുകളാണിത്. നമ്മളെ മെഡിസിൻ ആയിട്ടും സോൾവെന്റുകളൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടും ഈ കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കണേ, യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ സിന്തസിസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഈസ് ക്ലിയർ? ഡിഫറെന്റ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന മെഡിസിൻ. ഇത് ടൈഫോയിഡിന് വേണ്ടിയിട്ടാണ്, ടൈഫോയിഡിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. അതേപോലെ തൈറോക്സിൻ അയഡിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. അടുത്തത് ക്ലോറോക്കിൻ ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. ഹാലൊത്തൈൻ, ഈ ഹാലൊത്തൈൻ എന്ന് പറഞ്ഞാൽ അനസ്തറ്റിക് ഏജന്റ് ആണ്. ഇതിലൊക്കെ ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളാണിത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് അവിടെ നോക്കണേ, ക്ലോറാംഫെനിക്കോൾ ടൈഫോയിഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. തൈറോക്സിൻ അയഡിൻ കണ്ടെയ്നിങ് ഹോർമോൺ ആണ്. ക്ലോറോക്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയക്കെതിരെ യൂസ് ചെയ്യുന്ന കെമിക്കലാണ്. ഹാലത്തൈൻ എന്ന് പറഞ്ഞാൽ അനസ്തറ്റിക് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത്തരം കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻ, യൂസസ് ഒക്കെയാണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തന്നത്. ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഹാലോ ആൽക്കീന്റെ ക്ലാസിഫിക്കേഷൻ നോക്കണേ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ. എത്ര ഹാലജൻ അതിൽ പ്രസന്റ് ആണ് എന്നുള്ള രൂപത്തിലാണ് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കണേ, ഇത് CH3CH2 ഞാൻ ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ എഴുതി. ഇനി നോക്ക്, ഇതിൽ ഒരു ഹാലജൻ പ്രസന്റ് ആണ്, ഇതിൽ 2 ഹാലജൻ പ്രസന്റ് ആണ്, ഇതിൽ 3 ഹാലജൻ പ്രസന്റ് ആണ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. 3 അല്ല, കൂടുതലുണ്ട്, നമ്മൾ 3 ഇത് മോണോ, ഇത് ഡൈ, ഇത് ട്രൈ. ഈസ് ക്ലിയർ? ദ മോണോ ഹാലോ കോമ്പൗണ്ട്, ദ ഡൈ ഹാലോ കോമ്പൗണ്ട്, ദ ട്രൈ ഹാലോ കോമ്പൗണ്ട്. ഈസി ക്ലിയർ? ഇനി ഞാൻ 3 അരോമാറ്റിക് റിങ്ങുകൾ എഴുതി. ബെൻസിൻ, ഇതിൽ ഒരു ഹാലജൻ പ്രസന്റ് ആണ്, ഇതിൽ 2 ഹാലജൻ പ്രസന്റ് ആണ്, ഇതിൽ 3 ഹാലജൻ പ്രസന്റ് ആണ്. ദാറ്റ് മീൻസ് മോണോ ഹാലോ, ഡൈ ഹാലോ, ട്രൈ ഹാലോ. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റാണ് സംസാരിച്ചിട്ടുള്ളത്. അടുത്തത് നോക്കേ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ
നേച്ചർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ നേച്ചറിനനുസരിച്ചാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ പോകുന്നത്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റത്തിന്റെ മുകളിൽ ഹാലജൻ വരുന്ന കേസ് നമുക്ക് നോക്കാം. 3 കേസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കൊടുത്തു. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണായിട്ട് മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇത് ആൽഫ കാർബൺ ആണ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ബീറ്റ കാർബൺ ആറ്റം. ഒരൊറ്റ ബീറ്റയാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഡിഗ്രി അഥവാ പ്രൈമറി. ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്ക്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, ഇതും ബീറ്റയാണ് ഇതും ബീറ്റയാണ്. അതിൽ 2 ബീറ്റ പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി ഓർ സെക്കൻഡറി, കാരണം 2 ബീറ്റ കാർബൺ ആറ്റം. ഇനി മൂന്നാമത്തെ കേസ് നോക്ക്. ഇവിടെയും ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡാ. പക്ഷെ ഈ കാർബൺ അതർ 3 കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് 3 ബീറ്റ ഉണ്ട് അതിൽ. 3 ബീറ്റ വരുമ്പോൾ ഏത് വന്നു? ടെറിഷറി. ഈസി ക്ലിയർ. അപ്പൊ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ആറ്റത്തെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആയിട്ട്. ഇതല്ലാതെ വേറെ 2 കൂടി ഇതിലുണ്ട്. നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആണ്. പക്ഷെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് അല്ലിലിക്. ഇതിനെയാണ് നമ്മൾ അല്ലിലിക് വരുന്നത്. ഈ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം ഈസ് എ പാർട്ട് ഓഫ് ബെൻസീൻ റിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആണ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം ഈസ് എ പാർട്ട് ഓഫ് ബെൻസീൻ റിംഗ് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബെൻസിലിക്. മനസ്സിലാക്കേണ്ടത് അല്ലിലിക്കും ബെൻസിലിക്കും പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും എല്ലാം ഹാലജൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്ക്. ഇവിടെ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ഇത് sp2 ഹൈബ്രിഡൈസ്ഡാ. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വിനൈലിക്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റാണ്, പക്ഷേ ഈസ് എ പാർട്ട് ഓഫ് ബെൻസീൻ റിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫിനൈലിക്. ഇത് വിനൈലിക് ആണ്, ഇത് ഫിനൈലിക് ആണ്. പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഹാലജൻ ആറ്റം, nature of the carbon atom to which a halogen is attached. They are classified into different types. പക്ഷേ ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ സാധാരണ കാണാറില്ല. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ചെയ്യാത്ത ഇവിടെ ഞാനൊന്നും എഴുതാത്തത്. ഇതിനെ ബേസ് ചെയ്ത് സാധാരണ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നമ്മളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇത് അല്ലിലിക് ആണെന്നും ഇത് ബെൻസിലിക് ആണെന്നും ഇത് വിനൈലിക് ആണെന്നും ഇത് ഫിനൈലിക് ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ചില സമയത്ത് ആ വേർഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് തവർ നോക്കണം. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നോമൻക്ലേച്ചറാ. നോമൻക്ലേച്ചർ 2 ഡിഫറെന്റ് ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് കോമൺ ഫോർമാറ്റ് ഉണ്ട്, ഒന്ന് IUPAC ഫോർമാറ്റ് ഉണ്ട്. രണ്ടിനും ഫോർമാറ്റുകളുണ്ട്. കോമൺ ഫോർമാറ്റിൽ ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് ജനറൽ ഫോർമാറ്റ് ആയിട്ട് വരാറുള്ളത്. അതേപോലെ അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അരൈൽ ഹാലൈഡ്. IUPAC ഫോർമാറ്റിൽ വരുന്നത് ഹാലോ ആൽക്കെയിൻ, ഹാലോ അരിൻ. 2-3 എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തത് CH3CH2CH2Cl. ഇതിന്റെ കോമൺ ഫോർമാറ്റ്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്. Therefore this one is considered as alkyl halide or halo alkane. ഈ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുക. ആ ഫോർമാറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആണ് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര കാർബൺ ആറ്റം? 3 കാർബൺ ഉണ്ട്. 3 ആണെങ്കിൽ മെത്ത് എത്ത് പ്രൊപ്പൈൻ ആണിത്. അപ്പൊ ഈ ഫോർമാറ്റിലാണ് എഴുതുന്നതെങ്കിൽ പ്രൊപ്പൈൽ. ആൽക്കൈൽ അല്ലേ പറഞ്ഞിട്ടുള്ളത്? പ്രൊപ്പൈൽ. ഹാലൈഡ്, ഇത് ക്ലോറൈഡ് അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? പ്രൊപ്പൈൽ ക്ലോറൈഡ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോമൺ നെയിം ആണ് എഴുതുന്നതെങ്കിൽ 2 വേർഡുകളുടെ ഇൻ ബിറ്റ്വീനിൽ സ്പേസ് വേണം. ഇനി നമ്മൾ ഇതിന്റെ IUPAC ഫോർമാറ്റ് ആണ് എഴുതുന്നതെങ്കിൽ ഹാലോ ആൽക്കെയിൻ, ക്ലോറോ പ്രൊപ്പൈൻ. ഈസി ക്ലിയർ? ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? 1 ക്ലോറോ. നമ്പറും വേർഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹൈഫൻ യൂസ് ചെയ്യും. 1 ക്ലോറോ പ്രൊപ്പൈൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കേ. ഇങ്ങനെ കോമ്പൗണ്ട് വരുന്നുണ്ട്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണ് ലോവസ്റ്റ് നമ്പർ വരത്തക്ക രൂപത്തിലല്ലേ നമ്മൾ നമ്പർ ചെയ്യുക. അപ്പൊ 1 2 3. അപ്പൊ ഇതെന്തായിരിക്കും? പ്രൊപ്പൈൽ ക്ലോറൈഡ് തന്നെയാണ്. പക്ഷെ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അതർ 2 കാർബൺ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് സെക്കൻഡറി പ്രൊപ്പൈൽ ക്ലോറൈഡാണ്. അപ്പൊ ആ സെക്കൻഡറി എന്ന് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ സെക്ക് എന്ന് കൊടുക്കും. സെക്ക് ഹൈഫൺ പ്രൊപ്പൈൽ ക്ലോറൈഡ്. ഈസി ക്ലിയർ? ഇതും പ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്, ഇതും പ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്.
പക്ഷെ ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്. സെക്കൻഡറിയെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇനി ഇതിന്റെ IUPAC ഫോർമാറ്റ് വരുമ്പോൾ നമ്മൾ നോക്ക്, രണ്ടാമത്തെ സൈറ്റിൽ ക്ലോറിനാറ്റം ഉണ്ട്. അപ്പൊ 2 ക്ലോറോ പ്രൊപ്പെയിൻ. അപ്പൊ 2 ഹൈഫൺ ക്ലോറോ പ്രൊപ്പെയിൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു കോമ്പൗണ്ട്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നു. നമുക്കറിയാം ഹാലജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ആർക്കാ ലോവസ്റ്റ് നമ്പർ വരത്തക്ക രൂപത്തിൽ നമ്പർ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടിനാണ്. അപ്പൊ ഡബിൾ ബോണ്ടിന് 1 കൊടുത്തു, 2, 3. അപ്പൊ തേർഡ് സൈറ്റിൽ ക്ലോറിൻ വരുന്നുണ്ട്. ഇത് പ്രൊപ്പീനാ. അപ്പൊ പ്രൊപ്പീന്റെ മുകളിൽ ക്ലോറിൻ വന്നു. എത്രാമത്തെ സൈറ്റിൽ? മൂന്നാമത്തെ സൈറ്റിൽ. പക്ഷെ ഇതിന്റെ കോമൺ നെയിമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആയിട്ടുമായിട്ടാണ് അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലൈൽ ക്ലോറൈഡ് എന്നാണ് വിളിക്കുക. ഏതാ വിളിക്കുക? അല്ലൈൽ ക്ലോറൈഡ്. പക്ഷെ ഇതിന്റെ IUPAC ഫോർമാറ്റിലേക്ക് പോകുമ്പോഴോ ഇത് പ്രൊപ്പീനാണ്, പ്രൊപ്പ് 1 ആണ്. അതിന്റെ മുകളിൽ തേർഡ് സൈറ്റിൽ ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ക്ലോറോ പ്രൊപ്പ് 1 കാരണം ഈ ഡബിൾ ബോണ്ട് എവിടെയെന്ന് അവിടെ വളരെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തൊരു കോമ്പൗണ്ട് നോക്ക്. ഇവിടെ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്. അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണിത്. അപ്പൊ ഇതിനെ നമ്മൾ കോമൺ നെയിം ആയിട്ട് വിളിക്കുക ബെൻസൈൽ ക്ലോറൈഡ്. ആൽക്കൈൽ ഹാലൈഡ്, ബെൻസൈൽ ക്ലോറൈഡ്. ഈസ് ക്ലിയർ? ഇനി ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ മുകളിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് 1 ക്ലോറോ 1 ഫിനൈൽ മീത്തേൻ എന്ന് കൊടുത്തൂടെ? 1. ഈ കാർബൺ ആറ്റമാണ് ഒന്നാമത്തെ കാർബൺ. അതിന്റെ മുകളിൽ ഒരു ക്ലോറിൻ ഉണ്ട്, ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? 1 ക്ലോറോ 1 ഫിനൈൽ മീത്തേൻ. നിങ്ങൾ നോക്കുക, നമ്പറും വേർഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹൈഫൺ, നമ്പേഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കോമ. അപ്പോൾ ഇവിടെ വേർഡും നമ്പറും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹൈഫൺ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ ക്ലിയർ ചെയ്യുന്നത്.